മലപ്പുറം ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം 26 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ മട്ടിലൊരു തീപിടുത്തത്തിന് കാരണം? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? തീ നിയന്ത്രണ വിധേയമായോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 12 മണിവരെയൊക്കെ വർക്ക്ഷോപ്പിൽ ആളുകൾ ഉണ്ടായിരുന്നു. ചെറുമുക്കുള്ള ഫ്ലൈ വീൽസ് എന്ന ബൈക്ക് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. വർക്ക്ഷോപ്പിനകത്തുണ്ടായിരുന്ന 26ഓളം ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് താനൂര്, തിരൂര് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തി 2 മണിക്കൂറൊക്കെ പണിപ്പെട്ടിട്ടാണ് തീ അണച്ചിട്ടുള്ളത്. ആദ്യം ഈ വർക്ക്ഷോപ്പിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്കിനാണ് തീ പിടിച്ചത് എന്നും അത് ആ ബൈക്ക് പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ ബാക്കി വർക്ക്ഷോപ്പിനകത്തുള്ള ബാക്കി ബൈക്കുകളിലേക്ക് തീ പടർന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നാട്ടുകാരൊക്കെ ഈ വർക്ക്ഷോപ്പ് ഉടമകളെ വിവരം അറിയിച്ച് വർക്ക്ഷോപ്പ് ഉടമകൾ തിരൂർ താനൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. ഈ വർക്ക്ഷോപ്പിനടുത്തുള്ള ഒരു മൃഗാശുപത്രിയിലേക്കും തീ പടർന്നിരുന്നു. അതിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തുള്ള മരുന്നുകളും മറ്റും ശേഖരിക്കുന്ന ഭാഗത്താണ് തീ പടർന്നത്. കുറച്ച് മരുന്നുകളും രേഖകളും ഒക്കെ കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണം എന്ന് എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.